നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് PSC പോലുള്ള എക്സാംസിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അതായത് ഒത്തിരി ചോദ്യങ്ങളും പല ഉത്തരങ്ങളുമല്ല നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. നമ്മളിന്ന് പറയുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും സെറിബെല്ലം ആണ്. സെറിബെല്ലത്തെ ഉപരിതലത്തിലും ധാരാളം ചുളിവുകൾ കാണപ്പെടുന്നു. കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണിത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ആണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. നമ്മൾ ആദ്യം പറഞ്ഞു ഉപരിതലത്തിൽ ധാരാളം ചുളിവുകൾ കാണപ്പെടുന്നുവെന്ന്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗത്തിൻ്റെ പേരാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം, അതായത് പേശികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗത്തെയാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം, അതായത് മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു ഉന്മാദാവസ്ഥ, അത് ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. മദ്യം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മസ്തിഷ്കത്തിൽ ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. സെറിബെല്ലം എന്ന് ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഏത് വശങ്ങൾ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇത്ര ചോദ്യങ്ങളും ഇത്ര ഉത്തരങ്ങളുമാണ് സെറിബെല്ലത്തിന് ഉൾക്കൊള്ളാവുന്നുള്ളൂ. അതായത് മസ്തിഷ്കത്തിലെ തന്നെ വലിയ ഭാഗം, രണ്ടാമത്തെ വലിയ ഭാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ ചുളിവുകൾ, ചാലുകൾ, തുലനാവസ്ഥകൾ, പേശി പ്രവർത്തനങ്ങൾ, മദ്യത്തെ ബാധിക്കുന്ന, അതായത് മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്തിഷ്കത്തിൽ ബാധിക്കുന്ന ഭാഗം ഏതാണ്, ഇതെല്ലാം സെറിബെല്ലമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.